ഇമിഗ്രേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഇങ്ങോട്ട് വരാനായിട്ട് ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്ന നേഴ്സസിന് വേണ്ടിയാണ്. നേഴ്സസ് അവർക്ക് 482 അല്ലെ 186 വിസയ്ക്ക് വേണ്ടിയാണ് അവർ നോക്കുന്നത്. പക്ഷേ 186 വിസയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം ഓർത്തോണം, പ്രോസസ്സിംഗ് ടൈം ടു മച്ച് ആണ്. ഇപ്പോൾ ആവറേജ് 1 ഇയർ എബോ എടുക്കുന്നുണ്ട്. അതിലും നല്ലത് നിങ്ങൾക്ക് 482 വിസ സ്കിൽ ഇൻ ഡിമാൻഡ് വിസയിൽ വരുന്നതാണ് നല്ലത്. അതിൻ്റെ ആവറേജ് ടൈം 1 മാസമേ ഉള്ളൂ. അത് ടെമ്പററി വിസ ആണെങ്കിലും അതിനെപ്പറ്റി പേടിക്കേണ്ട. ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൽ വരാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രിഡ്ജിങ് വിസയിൽ കണ്ടിന്യൂ ചെയ്യാം. എക്സിറ്റ് അടിക്കേണ്ട. എംപ്ലോയറുമായിട്ട് നല്ലൊരു ടേംസിൽ കണ്ടിന്യൂ ചെയ്യാം. അവർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയർ പറയുന്നതേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. 482 നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. 186 വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതായിരിക്കും നല്ലൊരു ഓപ്ഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.